പൈസ ഒരാൾ തന്നു. അത് വളരെ നന്ദി. 4000 രൂപ തന്നു. 4000 എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ കാര്യം നഷ്ടപ്പെട്ടു പോയില്ല. ഞാനപ്പോ അതിന് അറിയണമെന്നാണ്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അനീഷ് ധനശ്രീ എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്റെ സാധനം നഷ്ടപ്പെട്ടു പോയെങ്കിലും എനിക്കത് എന്റെ കയ്യിൽ കിട്ടിയത് എനിക്ക് വളരെ സന്തോഷം. ഒന്ന് നന്ദി. ഇനി മോനെ ഒരിക്കലും ഞാൻ മറക്കില്ല. എന്നാലും ഞാൻ എത്രയൊക്കെ അതിനുള്ളിൽ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്തിട്ട് ഒരാളിങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് പറയുമ്പോൾ അത് മനസ്സിൽ എന്നിരുന്ന കാലം ഒരു വിഷമമാണ്. അത് ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നിനും ഒരാളും ചെയ്യില്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടിയുടെ ചില നന്മകളുണ്ട്, ചില വ്യക്തികൾ ചെയ്യുന്നവരുടെ നന്മ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒരു 2-3 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാലക്കുടി അടിപ്പാതയുടെ അടുത്ത് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന മല്ലിക എന്ന് പറയുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്നും ലോട്ടറി ടിക്കറ്റുകളും പണവും അപഹരിച്ച് കടന്നു കളഞ്ഞൊരു വിരുദ്ധനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അവൻ ചേച്ചി, അതായത് 4000 രൂപ അടിച്ചു എന്ന് പറഞ്ഞാൽ 2000 വെച്ച് 2 ടിക്കറ്റ് അടിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുകയും 42 ടിക്കറ്റ് വാങ്ങിക്കുകയും ബാക്കി കാശ് 1000 രൂപ മേടിച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഒരു വിരുദ്ധൻ. ആ ചേച്ചി ആകപ്പാട് കൂടി ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ കടന്നു ചെല്ലുന്നത്. നമ്മൾ ആ വീഡിയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിന്നറിയോ? നമ്മുടെ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോണ വഴിയിൽ ധനശ്രീ എന്ന് പറയുന്നൊരു ലോട്ടറി കട നടത്തുന്ന ഒരു അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചേച്ചിയുടെ പൈസ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഇരിഞ്ഞാലക്കുടയിലും കടയുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ പേരാന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പേര് പറയില്ല. കാരണം ചിലർക്ക് ഇത് പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാതെ നന്മ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഈ പൊട്ട മാധ്യമ ബുദ്ധിയിൽ ചോദിച്ചു, ഇനി ഇദ്ദേഹമായിരിക്കോ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോയി വരുതെന്ന് ഒരു പൊട്ട ചിന്ത വന്നു. നമ്മളങ്ങനെ സംശയിച്ചു. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ ചേട്ടൻ പൈസ കൊണ്ടുപോകാൻ നോക്കി. പക്ഷേ ഈ ചേട്ടൻ പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞത്. ഞാൻ തൃശ്ശൂർക്ക് പോയ സമയത്തായിരുന്നു ആൾ കൊണ്ട് പൈസ കൊടുത്ത്. അതിനുശേഷം ആൾ എന്നെ വിളിച്ചു, ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആളുടെ അടുത്ത് പേരും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ആൾ പറയാനില്ല, അത് കൊടുത്തേക്കാം, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയമായി. പിന്നീട് പോലീസിൽ അവർ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഈ ചേട്ടൻ്റെ നമ്പറും കൊടുത്തു. അങ്ങനെ പോലീസുകാർ ആ ചേട്ടനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എന്നെ വളരെ വിഷമത്തോടു കൂടി എന്നെ വിളിച്ചു. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, കാരണം ഈ വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ഇതാവും. മനുഷ്യർ ചെയ്യുന്ന നന്മയ്ക്ക് നമുക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മാന്താൻ പോരുതല്ലോ. അതായത് ഞങ്ങൾ ഈ ജേർണലിസ്റ്റുകളുടെ മൊത്തത്തിലുള്ളൊരു പ്രശ്നം എല്ലാത്തിനും സംശയത്തോടു കൂടി കാണുള്ളൂ. അതാണ് പറ്റിയത്. പക്ഷേ അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ, ആ ധനശ്രീ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ, അദ്ദേഹം ആ വീട്ടമ്മയ്ക്ക് വേണ്ടി ആ 4000 രൂപ കൊണ്ടുകൊടുത്ത് അവരെ ചേർത്തണച്ചു. ആ 4000 രൂപ അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നറിയോ? ഭയങ്കര നീറ്റലായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ച് അവർ വേറെ വല്ല ലെവലിലേക്ക് പോകും. അതുകൊണ്ട് ധനശ്രീ എന്ന് പറയുന്ന ഈ ലോട്ടറി കട, ആ കടയിൽ അനീഷ് എന്ന് പറയുന്ന ചേട്ടനെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഏതെങ്കിലും തരത്തിലൊരു സംശയാസ്പദമായിട്ടുള്ളൊരു പൊട്ടബുദ്ധി എൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയാണ്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇത്തരത്തിലുള്ള നന്മ ചെയ്യുന്ന ആളുകൾ കടന്നു വരണം. കാരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും നഷ്ടപ്പെടാം, അപകടങ്ങൾ സംഭവിക്കാം. ആ സമയത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രക്തബന്ധങ്ങളെക്കാൾ യഥാർത്ഥ രക്തബന്ധം അങ്ങനെയുള്ളവരാണ്. യഥാർത്ഥ രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത് അവരാണ്. അല്ലാതെ നമ്മുടെ ആപത്തിൽ മറ്റൻ്റെ മുകളിൽ കയറി നിൽക്കുന്നവരല്ല നമ്മുടെ രക്തബന്ധങ്ങൾ. തീർച്ചയായിട്ടും അനീഷ് എന്ന് പറയുന്ന ധനശ്രീ എന്ന് പറയുന്ന ലോട്ടറി കട നടത്തുന്ന അവിടുത്തെ അനീഷ് എന്ന് പറയുന്ന ചേട്ടനാണ്. ഇരിഞ്ഞാലക്കുടയിലും കടയുണ്ട്. ആ ചേട്ടനൊരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ മല്ലിക ചേച്ചിയുടെ വലിയ ദുഃഖമാണ് മാറിയത്. മല്ലിക ചേച്ചി പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി വരുന്ന ആളുകൾക്ക് മുഴുവനും ടിക്കറ്റ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവർക്ക് കാശ് എടുത്ത് കൊടുക്കും, ടിക്കറ്റ് എടുത്ത് കൊടുക്കരുത്. എല്ലാ ലോട്ടറി കച്ചവടക്കാർക്കും ഇതൊരു സന്ദേശം തന്നെയാണ്. അപ്പോൾ ചാലക്കുടി നന്മ, ധനശ്രീ എന്ന സ്ഥാപനത്തിലെ അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ചാലക്കുടി നന്മയ്ക്ക് മുന്നിൽ നല്ല നമസ്കാരം. ഇനിയും ചേട്ടൻ നന്മകൾ ചെയ്യട്ടെ. ചേട്ടൻ അതിനുള്ള ജീവിതത്തിൽ ലഭിക്കും. നന്ദി, നമസ്കാരം. ഇന്നിപ്പോ എത്ര ടിക്കറ്റ് പറ്റുമോ? ഇന്നിപ്പോ വിറ്റത് 84 എടുത്തോണ്ട് ബാക്കിയത് 36 ബാക്കി കയ്യിലിരിക്കുക. വിറ്റ് തീരും 3-10 കൊടുത്താലാ. അപ്പൊ അത് കാരണം കയ്യിലിരിക്കണം ടിക്കറ്റ്. വിറ്റ് തീർന്നതിന് കൈ പടയും. ഇവിടെ ലാഭവും ഇല്ല, നഷ്ടമില്ല, ഒന്നുമില്ല. ഒക്കെ പോകും. എന്തായാലും 300 രൂപ കിട്ടൂലേ, അത് കയ്യിൽ നിന്ന് പോകും. ഇനിയിപ്പോ ഇതുപോലെ വരുന്ന ആളുകൾക്ക് പൈസ എടുത്ത് കൊടുക്കാണ്ടിരുന്നാ മതി. കൊടുക്കില്ല. ഇനിയിപ്പം മനസ്സിലായില്ല, ഇത്രയും കാലത്തിനുള്ളിലും ഇങ്ങനെ ഒരു പറ്റിയതല്ലേ. ഇപ്പൊ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം, അല്ലാണ്ട് ഒന്ന് കാര്യമില്ല.